ഒരു മതിലിൽ എഴുതിയിരുന്ന ബൈബിൾ വാക്യം പോലീസ് അടമ്പടിയോടുകൂടി വന്ന് മായ്ക്കുന്നതാകുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാനിമാർ, വവീഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഞാൻ ഇതിനകത്ത് ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത്, ഇത് വിപ്ലവമല്ല, ദൈവവചനമാണ്. ഇതൊരിക്കലും ഒരു വിപ്ലവമല്ല. ഓരോ മനുഷ്യൻ്റെയും ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഓരോ മനുഷ്യനും ഒരു മതമുണ്ട്, അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു മതത്തിൻ്റെയും സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, മറിച്ച് ബൈബിൾ വിശ്വസിച്ചുകൊണ്ട് ആ ബൈബിളിനെ ആധാരമാക്കി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കളുടെ പ്രത്യേകത എന്ന് സ്വർഗരാജ്യത്ത് പോകുക എന്നുള്ളതാണ്. ആ സ്വർഗരാജ്യത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രം വിശേഷിപ്പിക്കുന്ന ഒരു വേദഭാഗമാണിത്. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകണ്ടാമെങ്കിൽ നിങ്ങൾ പോകണ്ട. അതുകൊണ്ട് ഒരു ഹിന്ദുക്കളും വിഗ്രഹത്തെ സേവിക്കണ്ട എന്ന് ഞങ്ങൾ പറയത്തില്ല. ഒരു മതസ്ഥരും അവരുടെ മതപ്രകാരമുള്ള ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയാൻ ഒരു ബന്ധക്കോസുകാർക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികാരമില്ല. അത് ഞങ്ങൾ പറയത്തില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവമാകുന്ന യേശു ക്രിസ്തു അതിൻ്റെ വചനപ്രകാരം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ വാക്യമാണ് ആ മതിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്ത് പോകത്തില്ലെന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ ആരും ഇവിടെ ജീവിക്കണ്ടെന്നോ ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നോ നിങ്ങളുടെ മതത്തിനെ ഇതുപോലെ ആരാധിക്കേണ്ടെന്നോ ഒന്നുമല്ല. വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സ്വർഗത്ത് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. സ്വർഗരാജ്യത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇവിടെ ഞങ്ങൾക്കത് പ്രശ്നമല്ല. പക്ഷെ ബൈബിൾ പറയുന്നു, സ്വർഗരാജ്യത്തിൽ പോകാൻ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോകുവാൻ കഴിയത്തില്ല. നിങ്ങളിത് കാണുക പോലുമില്ല. ഇത് വേദപുസ്തകം പറയുന്ന കാര്യമാണ്. അതല്ല നിങ്ങളുടെ മതത്തിനെ അവഹേളിക്കുകയോ നിങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യവുമല്ലത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ വിട്ടോ. ഇനി ഒന്ന് പറയാം, ഇതിനി എത്ര മതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും ഇനി എവിടെയൊക്കെ മായ്ച്ചു കളഞ്ഞാലും ശരി, ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. ഞങ്ങൾ ഇത്തരം കാർഡുകളുമായിട്ട് ഇനി രംഗത്തിറങ്ങും. ഞങ്ങളെ ഒന്നുകിൽ നിങ്ങൾ കൊല്ലുക, അല്ലെങ്കിൽ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുക. മരിക്കാനോ ജയിലിൽ കിടക്കുവാനോ ഞങ്ങൾക്ക് യാതൊരുവിധ മടിയില്ല. കാരണം ഇത് മതത്തിനു വേണ്ടിയുള്ള പോരാട്ടമല്ല, ഇത് മറ്റു യാതൊന്നിനു വേണ്ടിയുള്ള പോരാട്ടമല്ല, ഇത് ദൈവത്തിനു വേണ്ടിയുള്ളതാണ്. ആ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൊല്ലാം, ഞങ്ങളെ ജയിലിലടയ്ക്കാം, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷേ ഞങ്ങളെ അങ്ങനെ ഒന്നും തോൽപ്പിക്കുവാനോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ, ഈ വിശ്വാസത്തെ, ഈ സത്യസുവിശേഷത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. നമസ്കാരം. ചെയ്തോ? ഇനി അത് വെച്ചോണ്ടിരിക്കും. Michelle. Para Felicia. Eh? Il est là, il est.